ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മൾ ഓൾറെഡി തമിഴിലും കാര്യങ്ങളൊക്കെ കണ്ട പോലെ തന്നെ നമ്മളിന്ന് പറയാൻ പോകുന്നത് നമ്മുടെ UPI ക്രെഡിറ്റ് കാർഡ്സിനെ കുറിച്ചാണ് കേട്ടോ. അപ്പോൾ UPI ക്രെഡിറ്റ് കാർഡ്സിന്റെ ഒരു എന്താ പറയുക ഡിസഡ്വാൻറ്റേജസ് എന്നോ അല്ലെങ്കിൽ അതിന്റെ ഒരു പ്രോബ്ലം എന്നൊക്കെ വേണമെങ്കിൽ ഇതിനെ പറയാം. എന്താ വെച്ചാൽ ഇപ്പോൾ റീസെന്റ് കുറേ പേര് ഫേസ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് അറിയാം, ഇപ്പോൾ നമ്മുടെ എന്താ പറയുക NPCI ആക്ച്വലി റുപേ വേരിയന്റ് കൊണ്ടുവന്നതിന് റുപേ വേരിയന്റ് വന്നിട്ട് കുറേ കാലങ്ങളായി. അത് ആക്ച്വലി നമ്മുടെ UPIയിൽ ലിങ്ക് ചെയ്യാവുന്ന ഒരു മെത്തേഡ് കൊണ്ടുവന്നതിന് ശേഷമാണ് ആക്ച്വലി റുപേ എന്ന് പറഞ്ഞ ആ പേയ്മെന്റ് ഗേറ്റ് ഇത്രയും ഫേമസ് ആവാൻ കാരണം. അപ്പോൾ ഇപ്പോൾ ആൾക്കാർ റുപേ കാർഡ് മാത്രമേ കണ്ടു. പണ്ടും ഉണ്ടായിരുന്നു റുപേ എന്ന സാധനം, പക്ഷെ 10 പൈസ ആൾക്കാർക്ക് വില ഉണ്ടായിരുന്നില്ല, ആരും എടുക്കാറുമില്ല. എല്ലാവരും വിസയും മാസ്റ്റർ കാർഡും മാത്രമേ എടുക്കാറുള്ളൂ. അപ്പോൾ റുപേനെ ഭയങ്കര ഹിറ്റാക്കാൻ വേണ്ടി കൊണ്ടുവന്ന ഒരു സ്പെഷ്യൽ മൂവ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. നമ്മുടെ UPIയിലേക്ക് ലിങ്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഫീച്ചർ. ഇത് ആക്ച്വലി നമ്മുടെ NPCI പറഞ്ഞേക്കുന്നത് അത് അതിന്റെ ഫസ്റ്റ് ഘട്ടത്തിലായിരിക്കും. നമ്മുടെ റുപേ കാർഡുകൾക്ക് മാത്രമാണ് നമുക്ക് ഇനി ഇത് UPI ആപ്പിൽ ലിങ്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതിനുശേഷം പിന്നെ നിങ്ങൾക്ക് നോർമലി വിസ മാസ്റ്റർ കാർഡൊക്കെ നമ്മുടെ അമേരിക്കക്കാരുടെയാണ്. അപ്പോൾ അവർ തന്നെ അതിന് പെർമിഷനൊക്കെ വേണം. അതെന്തായാലും NPCI എന്ന് പറയുന്നത് ഇന്ത്യൻ അഡ്മിനിസ്ട്രേഷൻ. അപ്പോൾ അവർ നോർമലി അതിനെ സപ്പോർട്ട് ചെയ്യില്ല. അപ്പോൾ അവർ ആക്ച്വലി റുപേ കാർഡിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ UPIയിൽ ലിങ്ക് ചെയ്യാവുന്ന ഒരു ഫെസിലിറ്റി കൊണ്ടുവന്നത് തന്നെ. അത് ഭയങ്കരമായിട്ട് ഹിറ്റ് ആവുകയും ചെയ്തു, ഭയങ്കരമായിട്ട് സക്സസ്ഫുൾ ആവുകയും ചെയ്തു. അപ്പോൾ അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ നമുക്ക് മിക്ക എല്ലാ മെയിൻ ബാങ്കുകളിലും നമുക്ക് റുപേ കാർഡ് ഏത് കാർഡ് ആയിക്കോട്ടെ അത് നമുക്ക് ഇപ്പോൾ UPI ലിങ്ക് ചെയ്യാൻ പറ്റും. നമുക്ക് QR കോഡ് ത്രൂ നമ്മുടെ നോർമൽ UPI ബാങ്ക് അക്കൗണ്ട് സ്പെൻഡ് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ക്രെഡിറ്റ് കാർഡ് കൊണ്ട് സ്പെൻഡ് ചെയ്യാം. പക്ഷെ അതിന്റെ ഒരു പ്രോബ്ലം അതെന്താ വെച്ചാൽ ഇപ്പോൾ റീസെന്റ് തന്നെ RBI തന്നെ പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ നമ്മുടെ ക്രെഡിറ്റ് കാർഡ് ഡെറ്റ് അത്രയും കൂടിയിട്ടുണ്ട്. പ്രത്യേകിച്ച് അത് മെയിനായിട്ട് UPI ആപ്സ് ത്രൂ ആണ് വന്നേക്കുന്നത്. അപ്പോൾ അത്രയും അധികം ഡെറ്റ് ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട്, പ്രത്യേകിച്ച് UPI കാർഡ് വന്നതിന് ശേഷം. അപ്പോൾ അത് സൂക്ഷിച്ച് ഉപയോഗിക്കാൻ മറക്കണം. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാം, ക്രെഡിറ്റ് കാർഡ് എന്ന സാധനം കറക്റ്റായിട്ട് ഉപയോഗിച്ചില്ലെങ്കിൽ നമുക്ക് ക്രെഡിറ്റ് കാർഡ് ഡെപ്റ്റിലേക്ക് വരെ പോവാം. എന്നുവെച്ചാൽ ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത് നല്ലൊരു സാധനമാണ്. എന്താ കിടിലൻ ഒരു ഇടിവട്ട ടൂളാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അത് കറക്റ്റായിട്ട് ഉപയോഗിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. എന്താ വെച്ചാൽ നമുക്ക് അതിൻ്റെ കൂടെ റിവാർഡ് കിട്ടും. ഇപ്പോൾ ഞാൻ എക്സാമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ എൻ്റെ ഉണ്ട് 2-4-5 റുപേ എന്താ പറയുക UPIയിൽ ഉപയോഗിക്കുന്ന ആപ്പുകൾ. പക്ഷേ ഞാൻ ഇനി തൊട്ട് ഇത് കുറയ്ക്കാൻ പോവാണ്. എന്ന് വെച്ചാൽ നമുക്കറിയാം, ഇപ്പോൾ കുറേ റുപേ കാർഡുള്ളപ്പോൾ നമുക്ക് ചെറിയ ട്രാൻസാക്ഷൻ കുറച്ച് വന്നു കഴിഞ്ഞാൽ അത് ബൾക്കായിട്ട് കൂടും. അപ്പോൾ പക്ഷേ ഞാൻ എന്തുകൊണ്ടാണ് UPI കാർഡ് ഉപയോഗിക്കുന്നത് വെച്ചാൽ നമുക്ക് അതിന് ക്യാഷ് ബാക്ക് കിട്ടുന്നുണ്ട്. പ്രത്യേകിച്ച് മെയിനായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് BOBയുടെ സ്നാപ്ഡീൽ കാർഡാണ്. എന്ന് വെച്ചാൽ നമുക്ക് 1% ക്യാഷ് ബാക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ടാറ്റ ന്യൂന്റെ കാർഡുണ്ട്. അപ്പോൾ പക്ഷേ ഏറ്റവും ബെറ്റർ ഞാൻ ഉപയോഗിക്കുന്നത് BOBയുടെ സ്നാപ്ഡീൽ കാർഡാണ് കേട്ടോ. അപ്പോൾ ഞാൻ റീസെന്റ് നിങ്ങൾ ഓൾറെഡി ഉണ്ടായിരിക്കും, നമ്മൾ ജൂപ്പിറ്ററിന്റെ കാർഡൊക്കെ അൺബോക്സിംഗ് കാർഡൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ജൂപ്പിറ്ററിന്റെ കാർഡ് ഞാൻ ഉപയോഗിക്കുന്നില്ല. സ്നാപ്ഡീലിൽ ഞാൻ എന്തായാലും ബെസ്റ്റ് UPI ക്രെഡിറ്റ് കാർഡ് സപ്ലൈ ചെയ്യാനുള്ള നമ്മുടെ സെറ്റപ്പിന്റെ റെഫർ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. ആൾക്കൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമ്മുടെ ലിങ്ക് ത്രൂ എടുക്കാൻ നോക്കണ്ട, കിട്ടാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. വിത്തൗട്ട് ഇംപ്രൂവ് ആയിട്ട് മറക്കണ്ട. അപ്പോൾ ഞാൻ എടുത്ത് പറഞ്ഞു മാത്രമല്ല. അപ്പോൾ നിങ്ങൾക്ക് അറിയാത്തവർക്ക്, എൻ്റെ പേര് അജയ്, ഞാൻ ഫൈനാൻഷ്യൽ അനലിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ നമ്മളിതിൽ കുറേ സർട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ, അതുപോലെ തന്നെ ഞാൻ NISM സർട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ്, അതായത് മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റും, അതുപോലെ തന്നെ നിങ്ങൾക്ക് അറിയാം നമ്മുടെ SEBI കാർഡാണത്. ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയാൻ ഓൾറെഡി നമ്മുടെ വീട്ടിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് UPI ക്രെഡിറ്റ് കാർഡ്സ് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് എപ്പോഴും ഒരു മൈൻഡിലൊരു സംഭവമാണ്. നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ആദ്യമായിട്ട് വേണ്ട സംഭവം എന്ന് പറയുന്നത് ബഡ്ജറ്റിംഗ് ആണ്. അതായത് നമ്മൾ ഡെയിലി വരുന്ന എക്സ്പെൻസസ് നോട്ട് ചെയ്ത് വെക്കുക. അങ്ങനെ എഴുതി വെക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും എത്ര കാശ് പോകുന്നുണ്ടെന്ന്. അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആക്ച്വലി ഈ ഡെയിലി സ്പെൻഡ് ആവുന്ന എൻ്റെ ലിമിറ്റ് കുറയ്ക്കില്ല, നമ്മൾ സ്പെൻഡിങ്ങിന്റെ ലിമിറ്റ് കുറയ്ക്കാൻ പറ്റും. ഇത് UPI ക്രെഡിറ്റ് കാർഡ്സ് വന്നപ്പോൾ അതാണ് മെയിനായിട്ട് അഫക്റ്റ് ആവുന്നത്. അതായത് നമുക്ക് ഡെയിലി സ്പെൻഡ് ആവുന്നത് അറിയുന്നില്ല. എന്ന് വെച്ചാൽ നമ്മുടെ നോർമലി ബാങ്ക് അക്കൗണ്ടിൽ ഉണ്ടെങ്കിൽ നോർമലി മിക്ക ആൾക്കാരും ഒരു അവെയർ ആയിരിക്കും. എന്ന് വെച്ചാൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ ഇത്രേ പൈസ ഉള്ളൂ, അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇത്രയും സ്പെൻഡ് ചെയ്യാൻ പാടില്ല എന്നൊരു അവയർനെസ് ഉണ്ടായിരിക്കും. പക്ഷേ UPI ക്രെഡിറ്റ് കാർഡ് വന്നതുകൊണ്ടുകൂടി അത് ആ അവയർനെസ് പോയി. അപ്പോൾ അങ്ങനെയാണ് ഈ സാധനം നമുക്ക് ഹൈ ബില്ലായിട്ട് വരുന്നത്. അപ്പോൾ ഇത് സാധനം ഉപയോഗിക്കുമ്പോൾ സൂക്ഷിച്ചൊന്നും മറക്കാം. മെയിനായിട്ട് നിങ്ങൾ ബഡ്ജറ്റിംഗ് ചെയ്ത് വെച്ചാൽ ഈ സാധനം സോൾവ് ചെയ്യാൻ പറ്റും. അതായത് നമ്മൾ ഡെയിലി വരുന്ന സാധനം ഇപ്പോൾ ആപ്പുകളും സംഭവമൊക്കെ ഉണ്ടല്ലോ. ഞാൻ നോർമലി എൻ്റെ നമ്മുടെ സാംസങ്ങിൻ്റെ ഒന്നെങ്കിൽ ടാബിൽ അല്ലെങ്കിൽ എൻ്റെ ഫോണിൽ നമ്മുടെ പെൻ ഉപയോഗിച്ചിട്ട് എഴുതി വയ്ക്കുക ചെയ്യാറ്. അപ്പോൾ എൻ്റെ ഈ സാധനം എഴുതി വെച്ചാലും നോട്ട്സ് ചെയ്ത് വെച്ചാലും എൻ്റെ ടാബിലും ആ സെയിം സാധനം കിട്ടും. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ബഡ്ജറ്റിംഗ് നോർമലി ഇപ്പോൾ ചെയ്യാറ്. ഞാൻ ഇപ്പോൾ റീസെൻ്റ് എന്തായാലും ഞാൻ കുറച്ച് കാലങ്ങളായിട്ട് ഇപ്പോൾ ഐഫോണിന് മാറിയിട്ട് ഇപ്പോൾ ഞാൻ മെയിൻ സാംസങ് ആക്കി എൻ്റെ പ്രൈമറി ഫോൺ. അപ്പോൾ ഐഫോൺ ഞാൻ സെക്കൻഡറി ആക്കി. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ ഈ S Pen നല്ലോണം ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഈ S Pen വൺ ഓഫ് ദി മെയിൻ ഫീച്ചറായിട്ട് എന്താ ഇഷ്ടപ്പെട്ടൊരു സംഭവമാണ്. എനിക്ക് തോന്നുന്നു ഇന്നാണ് നമ്മുടെ S25 സീരീസിൻ്റെ ലോഞ്ച് തോന്നിട്ടില്ലേ, 22-ാം തീയതി വൈകുന്നേരം തോന്നുന്നുണ്ട്. അപ്പോൾ ഞാൻ ചിലപ്പോഴാണല്ലോ അന്ന് നോക്കണം. എന്താ വെച്ചാൽ നമ്മുടെ എനിക്ക് വർക്കും ഉണ്ട്, നമുക്ക് അതിൻ്റെ കൂടെ നമ്മൾ വീഡിയോ സംഭവം ചെയ്യുന്നുണ്ട്, അത് മാത്രമല്ല നമ്മൾ ട്രേഡിങ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി മാനേജ് ചെയ്യണമല്ലോ. അപ്പോൾ ഇതൊന്ന് പറയാൻ ആക്ച്വലി വന്നത്. അപ്പോൾ നിങ്ങൾ UPI ക്രെഡിറ്റ് കാർഡ്സ് റുപേ ക്രെഡിറ്റ് കാർഡ്സ് വൺ ഓഫ് ദി ബെസ്റ്റ് സാധനം തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 1% ക്യാഷ് ബാക്ക് നമുക്ക് റിവാർഡ് കിട്ടും.
അത് ക്യാഷ് ബാക്ക് ആയിട്ടോടെ, ഡയറക്റ്റ് ക്യാഷ് ബാക്ക് ആയിട്ടോടെ, ഡയറക്റ്റ് റിവാർഡ് പോയിന്റ് ആയിക്കോട്ടെ, നമുക്ക് അതുകൊണ്ട് ഉപയോഗങ്ങളുണ്ട്. നോർമൽ നമ്മൾ ഇപ്പോൾ ജസ്റ്റ് നമ്മളൊരു 100 രൂപ കൊടുത്തു, അതിന് പകരം നിങ്ങൾ യു പി ഐ ക്രെഡിറ്റ് കാർഡ്സ് ചെയ്യുമ്പോൾ 100 രൂപ കൊടുക്കണമെങ്കിൽ ചിലപ്പോൾ നമുക്ക് 1% അവിടെ ക്യാഷ് ബാക്ക് കിട്ടുന്നതായിരിക്കും, അല്ലെങ്കിൽ റിവാർഡ് പോയിന്റ് കിട്ടുന്നതായിരിക്കും. അതല്ല നമുക്ക് ലാഭം കൂടുതൽ നോക്കുമ്പോൾ. അപ്പോൾ യു പി ഐ ക്രെഡിറ്റ് കാർഡ്സ് പൊട്ട എന്നല്ല ഞാൻ പറയുന്നത്. അത് കുറേ പേർക്ക് സംശയം, ഞാൻ പിന്നെയും പറഞ്ഞു വരുമ്പോൾ പിന്നെയും കമന്റ് കാണാം. അത് ഒന്നാമത് ഫുൾ കാണാത്തവരാണ് ഈ കമന്റ് അടിച്ച് വരുന്നത്, ചുമ്മാ തമ്മിൽ വന്നിട്ട്. അപ്പോൾ പൊട്ടാന്നല്ല നമ്മൾ പറഞ്ഞത്. ഈ സാധനം യൂസ് ചെയ്യുമ്പോൾ അത് ഏത് ക്രെഡിറ്റ് കാർഡൊക്കെ, നോർമൽ ക്രെഡിറ്റ് കാർഡിനായിട്ടും കുറച്ചുകൂടി എന്താ പറയുക, ഇത് വേണമെന്ന് മാത്രം യു പി ക്രെഡിറ്റ് കാർഡ്സ്. നോർമൽ ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നല്ലോ നമ്മൾ എപ്പോഴും പറയാനുള്ളതാണ്, എന്താ പറയുക, യൂസ് വൈസ്ലി, അതായത് ക്രെഡിറ്റ് കാർഡ്സ് യൂസ് വൈസ്ലി. അതാണ് നമുക്ക് ഇതിലും പറയാനുള്ളത്. സംഭവം നമുക്ക് ഫിസിക്കൽ കാർഡായിട്ട് കയ്യിലില്ല, ആപ്പിൽ കാണാനുള്ള സംഭവം മാത്രമേ ഉള്ളൂ. ഞാനിപ്പോൾ ഫിസിക്കൽ കാർഡ് തീരെ ഉപയോഗിക്കുന്നില്ല. ഞാൻ ഇപ്പോൾ സാംസങ് വാലറ്റ് ഉപയോഗിക്കുന്നത്, സാംസങ് പേ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ടാപ്പ് ആൻഡ് പേ ചെയ്താൽ മതിയല്ലോ. അപ്പോൾ അങ്ങനെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഫിസിക്കൽ കാർഡ് കൊണ്ടുനടക്കൽ ഭയങ്കര കുറവാണ്. അപ്പോൾ പറയുമ്പോൾ കുറേ കാർഡ് ഉണ്ടെങ്കിലും ഒക്കെ ഞാൻ നിങ്ങളോട് കണ്ടായിരിക്കില്ല. ഇപ്പോൾ നമ്മുടെ ക്രെഡിറ്റ് കാർഡിന് സെപ്പറേറ്റ് വാലറ്റ് ഉണ്ട്, അപ്പോൾ അതിലെ ഞാൻ വെച്ചേക്കുന്നത്. ഇപ്പോൾ കൊണ്ടുപോകണില്ല, അപ്പോൾ സുഖമാണല്ലോ. ഇപ്പോൾ എന്തായാലും ഡിജിറ്റൽ പേയ്മെൻറ്റ് യു പി യും അതുപോലെ തന്നെ ഇപ്പോൾ സാംസങ് വാലറ്റിൽ അതിന് കാർഡ് ഞാൻ ഉപയോഗിക്കുന്ന നോർമൽ കാർഡ് ഉപയോഗിക്കുന്ന കാർഡുകൾ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഉപയോഗിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ സാംസങ് യൂസറാണെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. എനിക്ക് സാംസങ് വാലറ്റ് അത്യാവശ്യം നല്ലോണം ഇഷ്ടപ്പെട്ടു. കുറേ പേര് ഉപയോഗിക്കുന്ന ഈ സാധനം അത്യാവശ്യം സേഫുമാണ്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. അപ്പോൾ തന്നെ നമുക്ക് NFC ടാപ്പ് ആൻഡ് പേ ഉണ്ടല്ലോ, ആ ഫീച്ചറിലാണ് സാധനം വർക്ക് ചെയ്യുന്നത്. അപ്പോൾ NFC ഓൺ ആക്കിയിട്ട് ഇതിൽ സാംസങ് വാലറ്റിൽ കയറിയിട്ട് ഏത് കാർഡാണ് വേണ്ടത് ടാപ്പ് ചെയ്തിട്ട് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ പേയ്മെൻറ്റ് ആയിട്ടാണ്. അപ്പോൾ അത് അറിയാത്തവർക്ക് ചുമ്മാ ഞാൻ പറഞ്ഞു മാത്രമേ കൂടെ. അപ്പോൾ യു പി ഐ ക്രെഡിറ്റ് കാർഡ്സ് ഉപയോഗിക്കുമ്പോൾ സൂക്ഷിക്കാൻ മറക്കണ്ട. കൺട്രോൾ ചെയ്ത് വെക്കുക. കൺട്രോൾ ഇല്ലെങ്കിലാണ് പണിപാട്. കൺട്രോൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കിടലൻ സാധനമാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലിങ്കുകൾ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്, നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നമ്മുടെ 2 മെയിൻ ചാനൽസ് കാണുന്നവർ കണ്ടുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക. എന്തെങ്കിലും സംശയം അല്ലെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. നമ്മളെല്ലാം കമൻറ്റ് പോകുന്ന അടുത്ത പോലെ കാണാം.